അപ്പൊ തുടങ്ങാം. കാരണം അവൻ ആരാന്ന് ചോദിക്കും. മനസ്സിലായി? ആദ്യം തന്നെ ചോദിക്കണം, ഇവൻ എന്തിനാ ഇവിടെ വന്നേ, ഇവൻ ആരാ? ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാർ. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കണ്ടിട്ട്. ഇയാൾക്ക് മനസ്സിലാകത്തില്ല എന്നാണല്ലോ. ഇത് ഉളുപ്പില്ലാത്ത ഒരു മനുഷ്യൻ, ഇങ്ങനത്തെ നാണം കെട്ട് എവിടെയും ചെന്ന് ഒരു നാണം ഉളുപ്പും ഇല്ലാതെ ഇറങ്ങി നിൽക്കാൻ മടിയില്ലാത്ത, തലച്ചോറിനകത്ത് തീട്ട വേണ്ടുള്ള ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ചെന്ന് ഒരു നാണം ഉളുപ്പും ഇല്ലാതെ ഇറങ്ങി നിൽക്കാൻ മടിയില്ലാത്ത, തലച്ചോറിനകത്ത് തീട്ട വേണ്ടുള്ള കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. വയനാട് ദുരന്തമുഖത്തെത്തി സഹായം വാഗ്ദാനം ചെയ്ത നടൻ മോഹൻലാലിനെ വ്ലോഗിലൂടെ അധിക്ഷേപിച്ച സംഭവത്തിൽ ചെകുത്താൻ യൂട്യൂബ് ചാനലിന്റെ ഉടമ അജു അലക്സിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ, എന്നെ മൂടാൻ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ടിടോ. ഇനിയും തല്ലങ്ങോട്ട് പോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം. ഇന്ന് രാവിലെ മഞ്ഞാടിയിലെ ഇയാളുടെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. വയനാട് പുനരധിവാസത്തിന് 3 കോടി രൂപ ധനസഹായം നൽകുമെന്ന മോഹൻലാലിന്റെ വാഗ്ദാനത്തിന് പിന്നാലെയായിരുന്നു യൂട്യൂബിലൂടെയുള്ള അധിക്ഷേപം. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. നടനെ അധിക്ഷേപിച്ച് നടന്റെ ആരാധകരിൽ വിദ്വേഷം ജനിപ്പിച്ച് സമൂഹത്തിൽ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചതായാണ് എഫ്ഐആർ. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. അജു അലക്സിനെ കഴിഞ്ഞ ദിവസം തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്നലെ ജാമ്യത്തിൽ അജു അലക്സിനെ വിട്ടയച്ചു. ഇപ്പോൾ അജു അലക്സ് ആണ് നമ്മോടൊപ്പം ഉള്ളത്. ദുരന്തോ എക്സ്പ്രസ് ഇവിടെ ഉണ്ടായിരുന്ന താങ്കൾ ഇപ്പോൾ വല്ലാതെ ബൈക്കുന്നു എന്ന് തോന്നുന്നു. ഇല്ല അങ്ങനെയല്ല. നിന്റെ അച്ഛൻ ഇതുപോലെ ചോര തുപ്പി തന്നെ ചത്തത്. അതിൽ നിനക്ക് അഭിമാനിക്കാവിടാ. അങ്ങനെയുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു കേസിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗം ഇങ്ങനെ വന്നപ്പോൾ അങ്ങനെ ഒരു ഭയമുണ്ടോ മനസ്സിൽ? കോമഡിയൊക്കെ പറയും കേട്ടോ നിങ്ങളുടെ. സാഗർ എന്ന മിത്രത്തെ നിനക്കറിയൂ, ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. ടേക്ക് കെയർ.